വ്യാജ വാർത്തക്കാരനെ അവന്റെ മടയിൽ കയറി തല്ലു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പി ദിവ്യയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫേസ്ബുക്ക് കമന്റ് ആണ്. ഏഷ്യാനെറ്റ് പി ദിവ്യയെ കേന്ദ്രീകരിച്ച് ഒരു വ്യാജ വാർത്തയും കടിച്ചു. എന്തെങ്കിലും ഒരു അഭിപ്രായം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയാൽ അതിനെ വളച്ചൊടിക്കുക. ആ വളച്ചൊടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ദിവ്യയുടെ ഒരു വൈറൽ കമന്റ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ദിവ്യ അതിന്റെ ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടപെട്ട ഒരു വ്യക്തിയാണ്. പിന്നീട് ആ നവീൻ ബാബു കേസ് വന്നതിന് ശേഷം അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത കൃത്രിമ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് ഒരു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എന്നുള്ള നിലയിലേക്ക് അവരുടെ പദവി മാറുകയാണ്. അപ്പോ അതിന്റെ ഉദ്ഘാടനം വരുമ്പോൾ ഇന്നലകളിൽ ആ ആശുപത്രിയുടെ നവീകരണത്തിന് താൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. തന്റെ ബ്ലോക്കിലല്ലാത്ത ഈ ഉദ്ഘാടന പരിപാടി നടക്കുന്നതിനാൽ അതിൽ പങ്കെടുക്കേണ്ട കാര്യവുമില്ല, പക്ഷെ മന്ത്രിമാർ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തന്റെ സ്വകാര്യമായിട്ടുള്ള അസൗകര്യം കൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടാണ് അവർ ചില കാര്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഉടനടി ഏഷ്യാനെറ്റ് മാപ്ര ഇത് കണ്ടപ്പോ അവന് അത് തോന്നിയത് അതൃപ്തി പരസ്യമായി പങ്കുവച്ച് പി ദിവ്യ.